തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണു. നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. മൂഴിക്കൽ സ്വദേശിയായ മനുവിന്റെ വീട്ടിലാണ് വെള്ളം കയറിയത്. ആ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജെയിനസ് രാജു നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജെയിൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എങ്ങനെ ആ വീട്ടിലേക്ക് കയറുമെന്ന് പോലും ആശങ്കയാണ്. ഇത് പരിഹരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഇത് സ്ഥിരം ഈ തോട്ടിലൂടെ നീരൊഴുക്ക് ശക്തിപ്പെടുമ്പോൾ ആ വീട്ടിൽ വെള്ളം കയറുന്നതാണ്. ഇത്തവണ സംഭവിച്ചത് സമീപത്തൊരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവ് കൂടി ഒടിഞ്ഞ് ഈ വീടിന് സമീപത്തേക്ക് പതിഞ്ഞു. അതോടുകൂടി കൂടുതൽ വെള്ളം ആ വീടിന്റെ അകത്തേക്ക് കയറുകയാണ് ഉണ്ടായത്. ഈ സമയം ഇവിടുത്തെ താമസക്കാരനായിട്ടുള്ള മൂഴിക്കൽ മനു മാത്രമാണ് ഉണ്ടായിരുന്നത്. മനുവിനെ ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് പുറത്തേക്ക് എത്തിച്ചത്. കാരണം ഇതുവഴി പുറത്തേക്ക് എത്താൻ അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ പിന്നിലൂടെ മാത്രമേ പുറത്തേക്ക് കടക്കാൻ കഴിയൂ. അതും ഈ തോട് മുറിച്ച് കടന്നു വേണം ഇപ്പുറത്തേക്ക് എത്താൻ. ഇപ്പോൾ മനുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. എല്ലാ വർഷവും വെള്ളം കയറുന്നതല്ലേ? വെള്ളം കയറുന്ന എല്ലാ വർഷവും എല്ലാ വർഷവും നമ്മൾ മാറി താമസിക്കും. ഇതൊരു പെര വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികപരമായിട്ട് ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമില്ല. 2 രൂപയെങ്കിലും വേണം. നമ്മൾ വെട്ടി കാണിച്ചാൽ ബാക്കി സർക്കാരിന് കിട്ടുള്ളൂ. അത് നിലവിലിരിക്കുക. സർക്കാരിൻ്റെ അടുത്ത് കുറച്ച് പൈസ കിടപ്പുണ്ട്. പക്ഷെ അവർക്ക് മുമ്പേ കൊടുക്കില്ല പൈസ. കെട്ടി കാണിക്കുന്നതിന് പൈസ ഉള്ളൂ. മനു ഉണ്ടായിരുന്നു വീട്ടിൽ. മനു തൽക്കാലം ഒരു ചെറിയൊരു പണിക്ക് വന്ന് പോയതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ പറിക്കും. പിള്ളേരെ ഞങ്ങൾ 2 പേരും കൊണ്ടുപോയി. മക്കളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയും വെള്ളം കയറുന്ന ചാരിറ്റ വീട്ടിലും കന്യാമണി പാലം വെള്ളം കയറും. പിന്നെ ഈ വെള്ളം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് പേടിക്കുന്ന ആരുമില്ല. ഒഴുക്കില്ല. നമുക്ക് ആറ്റിലെ വെള്ളമായിട്ട് കമ്പിച്ച് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഈ ചെക്ക് ഡാമിന് മറ്റേ പലകയൊന്നും വെച്ച് ഷട്ടർ പോലെ ഒന്നും പലകയുള്ള അടിയിൽ 3 പലകയുണ്ട്. 3 പലക വെച്ചിട്ടില്ലേ? ഇതിന് പലകയുണ്ടോ ഈ വെള്ളം ഒഴുക്കിക്കളെ? ഉണ്ട്. പലകയുണ്ട്. പലകയിട്ടിട്ടുണ്ട്. ആ പലക ഇപ്പൊ എടുത്തിട്ടില്ല. അതാ ഇത്രയും കമ്പിച്ചിരിക്കണേ. പെട്ടെന്ന് വെള്ളം വന്നോണ്ടാ എടുക്കാൻ അറിയാതെ പിടിയുന്നല്ലേ മഴ വന്നത്. അധികം പലകയില്ല. ഓരോ പലക ഇട്ടിട്ടുള്ളൂ. 3 പലക വെച്ചുണ്ട്. അതായത് അവിടെ ഒരു പ്ലാവ് കൂടി നിൽപ്പുണ്ടായിരുന്നു. അത് മറിഞ്ഞ് വീടിന് സമീപത്തേക്കാണ് പതിച്ചത്. പക്ഷെ വീടിന്റെ മുകളിൽ പതിച്ചിട്ടില്ല. ഇവ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെക്ക് ഡാമിന് വെള്ളം നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ ആ വെള്ളം ഒഴുക്കി കളയുന്നതിന് വേണ്ടി ഷട്ടർ പോലെ, സാധാരണ ഡാമുകളുടെ ഷട്ടറുകൾ പോലെ പലക ഇട്ടിട്ടുണ്ട്. ആ പലക മഴക്കാലത്ത് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അത് മാറ്റാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ആണ് ഇത്രയും ജലനിരപ്പ് ഉയർന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. സാധാരണ ഈ സമയത്ത് വെള്ളം കയറാറില്ല. ഇത്തവണ വർഷകാലം നേരത്തെ എത്തി. കൂടാതെ ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ പെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആര്യ.